ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. ജന്മനക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള പടം വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തിക്കുന്നത് റോമിയോ പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള പേര് വെക്കുമ്പോൾ അപ്പോൾ ധ്രുവ നക്ഷത്രമാണ് ഓർമ്മ വരിക. പിന്നെ ദ ലോങ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കണം എന്തായാലും. പിന്നെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള പടം പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 10 ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടത്തിന് ഉപഹാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫുൾ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഈ പടത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി സെൻസറിങ് കഴിയുമ്പോൾ കട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂൺവാക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വെമ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ മോശം പോസ്റ്റ് പുറത്തിറങ്ങി. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞ പടത്തിലത്തെ ലവ്ലി സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ യമദോങ്ക എന്ന് പറഞ്ഞിട്ടുള്ള NTR പടം റിലീസ് ആകുമ്പോഴാണ്. അപ്പോൾ അതിന്റെ ടേസ്റ്റ് കോ പോസ്റ്റർ ഒന്നും റിലീസിന്റെ ഒരു പാടാണ്. പിന്നെ ചിരഞ്ജീവിയുടെ ഇപ്പോൾ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ജഗഡേക്ക വീരുడు അതിലോക സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസായി വന്നാണ് 2D 3D ആയിട്ട്. എന്തായാലും ഫസ്റ്റ് ദിവസം ഓപ്പണിംഗ് ഡേയിൽ 1.75 കോടിയാണ് പടത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ശുഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. സമന്തിന് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 1.5 കോടിയാണ് പടത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഡേയിൽ. പിന്നെ സാഹസം എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടത്തിന്റെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പോസ്റ്റർ വന്നിട്ട് നല്ല രസമായിട്ടാണ് തോന്നിയത്. പിന്നെ റാപ്പോ 22 എന്ന് വെച്ചാൽ 52 പടത്തിന്റെ ഒരു ഗ്ലിംസ് 15 തീയതി ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗത്ത് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തമ്മുട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ മൂഡ് ഓഫ് തമ്മുട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ വല്ല വീഡിയോ ആണെന്നുള്ള അറിയില്ല. എന്തായാലും അത് മെയ് 12 4:05 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു എന്തൊരു സംഭവം വരാൻ പോവാണ്, എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും അതിന് 11:54 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ ഏസ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതിയുടെ പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ്. അതിന്ന് രാവിലെ 11:11 അറിയിച്ചിട്ടുണ്ട്. അറ്റ്ലിയും അതേമാതിരി ശിവകാർത്തികനാണ് ഇത് പുറത്തിറക്കിയിടാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സ് വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള എത്ര ദിവസം കൊണ്ട് 103.9 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ നിവിൻപോളിയും മഞ്ജു വാര്യരും കൂടിയിട്ടുള്ള ഒരു പടത്തിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. മിക്കവാറുണ്ടാവുന്ന രീതിയിൽ നിവിൻപോളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ആളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഒന്ന് അഖിൽ സത്യേന്ദ്ര പടത്തിലാണ്. അതുകൂടാതെ അരുൺ വർമ്മയുടെ പടത്തിൽ എന്ന് വെച്ചാൽ ബേബികൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ. അപ്പോൾ ആ ബേബികൾ എന്ന് പറഞ്ഞ പടത്തിന്റെ കുറച്ച് ഷിൽസ് കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പടം 15 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 86.30 കോടിയാണ് നേടിയിട്ടുള്ളത്. ഇതോടുകൂടിയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടമായി മാറിയിട്ടുണ്ട് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്ന് വെച്ചാൽ 2018 ഏറ്റവും ടോപ്പിൽ എടുക്കേണ്ടായിരുന്നു. അതിന് കടത്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഓടട്ടെ. പിന്നെ ബ്രഹ്മയുഗം ടീം വീണ്ടും ഒന്നിച്ചിട്ട് പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പടം എടുത്തിരുന്നു. എന്തായാലും അതിന്റെ ഷൂട്ടോ കംപ്ലീറ്റ് ആയത് നമ്മൾ അറിയിച്ചാണ്. എന്തായാലും ഇപ്പോൾ ആ പടത്തിന്റെ പേര് അറിയിച്ചിട്ടുണ്ട്. ഡൈസ് ഇറൈ. ഇങ്ങനെ തന്നെ വായിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ദ ഡേ ഓഫ് റാത്ത് എന്നുള്ള രീതിയിലാണ് താഴത്ത് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പടത്തിലത്തെ ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരിക്കുകയാണ്. കൂലിയിലത്തെ രജനീകാന്തിന്റെ പോസ്റ്റർ അല്ല, ഇത് കുബേര എന്ന് പറഞ്ഞ പടത്തിലത്തെ ധനുഷിന്റെ പോസ്റ്ററാണ്. വെച്ചാൽ കൂലി എന്ന് പറഞ്ഞ പടത്തിൽ ഓൾറെഡി രജനീകാന്തിന്റെ ദേവ എന്നാണ് പേര് എന്നുള്ള അറിയിച്ചാണ്. ഇപ്പോൾ കുബേര എന്ന് പറഞ്ഞ പടത്തിൽ ധനുഷിന്റെ പേര് ദേവ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിജയ് ദേവരകൊണ്ട ഒരു 12ാമത്തെ ആളാണ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആളുടെ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും കഴിഞ്ഞാൽ ആളുടെ VD14 വിജയ് ദേവരകൊണ്ട 14ാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാതിരിക്കുന്നുണ്ട്. രാഹുൽ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ പടം ഗംഭീരമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ SVC 59 എന്ന് വെച്ചാൽ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ 59ാമത്തെ പടത്തിൽ വിജയ് ദേവരകൊണ്ടയാണ് നായകനായെത്തുന്നത്. എന്തായാലും ആ പടത്തിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇത് വിജയ് ദേവരകൊണ്ടയുടെ 13ാമത്തെ ആളാണെന്നുള്ള അറിയില്ല. 13ാമത്തെ ആളാവാനാണ് ചാൻസ്. പിന്നെ പ്രദീപ് രംഗനാഥന്റെ 4ാമത്തെ പടം അവിടെ ദിവാലിക്കാണ് റിലീസ് ആകുക എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ടൈറ്റിലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂഡ് എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഡ്യൂക്ക് എന്ന് ഇതിനെ പോലൊക്കെ തോന്നി ഈ ഡ്യൂഡിന്റെ എഴുത്ത് കണ്ടിട്ട്. എന്തായാലും പോസ്റ്റർ കിട്ടും പോസ്റ്ററാണ്. അപ്പോൾ ദിവാലിക്ക് പ്രദീപ് രംഗനാഥന്റെ ഒരു കിട്ടുന്ന പടം പ്രതീക്ഷിക്കാം. അതിന്റെ മുന്നായിട്ട് LAK പുറത്തിറങ്ങുന്നതാണ് തോന്നുന്നത്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആളുടെ 3ാമത്തെ ആളാണ്. എന്തായാലും രണ്ടും തകർക്കട്ടെ. പിന്നെ ആട് 3 എന്ന് പറഞ്ഞ പടത്തിന്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും DOP കൈകാര്യം ചെയ്യുന്നത് അഖിൽ ജോർജ് ആണ്. മ്യൂസിക് ചെയ്യുന്നത് ഷാൻ റഹ്മാനാണ്. ആർട്ട് ചെയ്യുന്നത് അനീസ് നാടോടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും പടത്തിനുള്ള കുറേ സെറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയതാണ്. മെയ് 15 ഷൂട്ട് തുടങ്ങാൻ. ഇപ്പോൾ പൂജ നടന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വർഷം ക്രിസ്മസിനെ റിലീസ് ചെയ്യാനുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നവർ. എന്തായാലും പറ്റേ. ഇപ്പോൾ മുന്നത്തെ ആട് പോലെയല്ല, ഇതിലൊരു ജെൻഡർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഏതിലേക്കാണ് സീരിയസിലേക്ക് പോകുന്നു, എങ്ങനെ പോകുന്നുള്ളതെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ പിള്ളേക്കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.